Hello, welcome back to Learn Commerce. Calicut University 4th semester BCom Cost Accounting inde 4th chapter theory video ആണിത്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ 4th ചാപ്റ്റർ ലേബർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കോസ്റ്റിന് 3 എലമെൻറ്റ്സ് ആണുള്ളത്: മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. മെറ്റീരിയൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3rd ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ദെൻ നൗ 4th ചാപ്റ്റർ ലേബർ. എന്താണ് ലേബർ? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഹ്യൂമൻ എഫേർട്ടാണ് എന്ത്? ലേബർ. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിളായി നമ്മൾ ലേബർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എംപ്ലോയീസ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാൻ അവിടെ നമുക്കറിയാം മെറ്റീരിയൽസ് ഉണ്ടായാലും നമുക്കതിൽ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മണി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അത് ചെയ്യാൻ ആ ഒരു ആക്ടിവിറ്റി അവിടെ ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ എഫേർട്ട്, ഹ്യൂമൻ പ്രസൻസ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഇൻപുട്ടിനെ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ എൻഗേജ് ചെയ്യുന്ന, അവിടെ യൂസ് ചെയ്യുന്ന ഹ്യൂമൻ എഫേർട്ടിനെ അല്ലെങ്കിൽ ഹ്യൂമൻ പ്രസൻസിനെയാണ് എന്ത് പറയുന്നത്? ലേബർ. നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കീ ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസാണ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഓർഗനൈസേഷനിലെ ഹോൾ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എംപ്ലോയീസ് അടിപൊളിയല്ല, ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ ആയിരിക്കും. എംപ്ലോയീസ് ഓക്കെ ആണ്, അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, ബെറ്റർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസും എന്തുതന്നെയായിരിക്കും? എഫിഷ്യൻ്റ് ആയിരിക്കും. ഇനി എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഓക്കെ അല്ല, അവർ വീക്കാണ്, ഭയങ്കര അൺഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റും അവരുടെ ബാക്കി കാര്യങ്ങളും എന്തുതന്നെയായിരിക്കും? അൺഎഫിഷ്യൻ്റ് തന്നെ ആയിരിക്കും. സോ ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഹോൾ ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് ചെയ്യുന്ന, ഹോൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആ ഒരു ഹ്യൂമൻ എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ പ്രസൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേബർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ലേബർ. 2 ടൈപ്സ് ഓഫ് ലേബേഴ്സ് ആണ് വരുന്നത്: ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ആ ഒരു ലേബർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിക്ക് അവിടെ വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ, അതായത് മെഷീൻ ഓപ്പറേറ്റർ. അപ്പോൾ മെഷീൻ ഓപ്പറേറ്ററുടെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ആ ഒരു മെഷീനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. നമുക്ക് ഡയറക്റ്റ്ലി ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള എക്സ്പെൻസ് ഈ ഒരു എംപ്ലോയിക്കായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി അസൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇൻഡയറക്റ്റ് ലേബർ നോക്കൂ, നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഇവിടെ ഫോർ എക്സാമ്പിൾ സൂപ്പർവൈസർ. ഒരു സൂപ്പർവൈസർ ഒരു ആക്ടിവിറ്റി മാത്രമാണോ ചെയ്യുക? അല്ല, ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ആ ഒരു സൂപ്പർവൈസർക്ക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സൂപ്പർവൈസറുടെ എക്സ്പെൻസ്, സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി മാത്രമാണ് അതിൻ്റെ ഒരു ബേസിൽ അയാളുടെ ആ ഒരു എക്സ്പെൻസ് ആ ഒരൊറ്റ ആക്ടിവിറ്റിയിലേക്ക് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ്ലി ഒരൊറ്റ ആക്ടിവിറ്റിയുമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് ലേബർ എന്നും, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ലാതെ എല്ലാത്തിലും ഇൻക്ലൂഡായി നമുക്ക് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് ലേബർ എന്നും പറയാം. നെക്സ്റ്റ് വരുന്നത് ലേബർ കോസ്റ്റ് എന്താണെന്നുള്ളതാണ്. ലേബർ കോസ്റ്റ് നമുക്ക് 4 ടൈപ്സ് ഓഫ് ലേബർ കോസ്റ്റ്. എന്തൊക്കെയാണ് ലേബേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കറൻറ്റ് മോണിറ്ററി ബെനിഫിറ്റ്. കറൻറ്റ് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിലവിൽ ആ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷന് വരുന്ന ചിലവുകളാണ് കറൻറ്റ് മോണിറ്ററി ബെനിഫിറ്റ്. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ചിലവുകൾ.
ഓക്കെ. അപ്പോൾ അതിൽ ഒന്ന് നോക്കൂ, സാലറി. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ അത് എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ്. ഓവർ ടൈം പേ, എംപ്ലോയി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓവർ ടൈം വർക്ക് ചെയ്തതിന് ക്യാഷ് കൊടുക്കണം, അതൊരു എക്സ്പെൻസ് ആണ്. ബോണസ്, നമുക്കറിയാം ഒരുപാട് ഓർഗനൈസേഷൻ ബോണസ് ബേസ്ഡ് ആയിരിക്കും. അതായത് ഒരു സാലറി, ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവും, പ്ലസ് എംപ്ലോയി നന്നായി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കും, അതാണ് ബോണസ്. അലവൻസസ്, ഇപ്പോൾ നമ്മൾ റെൻറ്റിന് ഹോം എടുത്തിട്ടാണെങ്കിൽ അവിടെ നമുക്ക് അതിന് അലവൻസ് കിട്ടും, മെഡിക്കൽ അലവൻസ് കിട്ടും, ട്രാവൽ അലവൻസ് കിട്ടും, അങ്ങനെ ഒരുപാട് അലവൻസുകൾ കിട്ടും. അതൊക്കെ കറൻ്റ്ലി ആ ഒരു എംപ്ലോയി ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. സോ അതിനെയാണ് എന്ത് പറയുന്നത്, കറൻറ്റ് മോണിറ്ററി ബെനിഫിറ്റ്. അപ്പോൾ ലേബർ കോസ്റ്റിൽ ഒന്നാമത്തെ എന്താണ്, കറൻറ്റ് മോണിറ്ററി ബെനിഫിറ്റ്. സെക്കൻഡ് വൺ, ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്. ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് കിട്ടുന്നത്, ഓക്കെ, ഫ്യൂച്ചറിൽ കിട്ടുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എംപ്ലോയിക്ക്, അതായത് എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു എക്സ്പെൻസ് വരില്ല. ആ എംപ്ലോയിയുടെ ആ ഒരു പീരീഡ് ഓഫ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു എക്സ്പെൻസ് അവിടെ വരിക. അതാണ് എന്ത്, ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ്, അതായത് എംപ്ലോയിയുടെ പേരിൽ കമ്പനി കൊടുക്കുന്ന ഒരു എക്സ്പെൻസ്, കമ്പനി മീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ് എന്ത്, പ്രൊവിഡൻറ്റ് ഫണ്ട്. ഓക്കെ, അത് കമ്പനിക്കും അങ്ങനെ ഒരു എക്സ്പെൻസ് വരും, എംപ്ലോയിക്കും അങ്ങനെ ഒരു എക്സ്പെൻസ് വരും. നിങ്ങൾ 5th സെമ്മിൽ ഇൻകം ടാക്സിൽ പഠിക്കും പ്രൊവിഡൻറ്റ് ഫണ്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മതി. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന, നമ്മളിപ്പോൾ ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്തായിരിക്കും, ഫ്യൂച്ചറിലായിരിക്കും കിട്ടുക. ഗ്രാറ്റുവിറ്റി, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പെൻസ് വരും. ഗ്രാറ്റുവിറ്റി ടോട്ടൽ എമൗണ്ട് ആയിട്ട് വർക്ക് കഴിഞ്ഞ് ഫ്യൂച്ചറിലാണ് നമുക്ക് കിട്ടുക. പെൻഷൻ, നമുക്കറിയാം പെൻഷൻ എപ്പോഴാണ് കിട്ടുക, ഫ്യൂച്ചറിലാണ് നമുക്ക് പെൻഷൻ കിട്ടുക. ലീവ് എൻകാഷ്മെൻറ്റ്, നമ്മൾ എടുക്കാത്ത, നമുക്ക് ഒരു എംപ്ലോയിക്ക് ഒരു ഫിക്സഡ് ലീവ്, ഈ ഒരു പീരീഡിൽ ഇത്ര ലീവ് ഒരു എംപ്ലോയിക്ക് എടുക്കാമെന്നുണ്ടാവും. ആ എംപ്ലോയി ആ ലീവ് എടുത്തില്ലെങ്കിൽ അത് ക്യാഷ് ആക്കി കിട്ടും. അങ്ങനെ അതും ആ ഒരു ഫ്യൂച്ചർ പീരീഡിലാണ് കിട്ടുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് അവൈലബിൾ ആയിരിക്കില്ല. ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് അല്ലാതെ വേറെ എംപ്ലോയീസിന് കൊടുക്കുന്ന മറ്റ് ബെനിഫിറ്റാണ്. ഈ എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റാണ്. അതുകൊണ്ടാണ് അതിനെ ലേബർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എംപ്ലോയിക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അത് കോസ്റ്റ് അല്ലല്ലോ എന്ന് വിചാരിക്കരുത്. എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇൻകം ആണ്. പക്ഷെ നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് പഠിക്കുന്നത് ഒരു ഓർഗനൈസേഷന് വരുന്ന കോസ്റ്റുകളാണ്. അപ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്, പക്ഷേ അതൊരു കോസ്റ്റാണ്. ആരെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ക്യാഷ് അല്ലാതെ എംപ്ലോയിക്ക് കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. സബ്സിഡി, മീൽസ്, ഫുഡ്, ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, ഹൗസിംഗ് ഓർ അക്കോമഡേഷൻ, കമ്പനി വക അക്കോമഡേഷനും ഹൗസിങ്ങും കൊടുക്കുകയാണെങ്കിൽ, കമ്പനി വക ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, റിക്രിയേഷൻ ഫെസിലിറ്റീസ്, ബാക്കി ചില കമ്പനീസ് വെഹിക്കിൾസ് പ്രൊവൈഡ് ചെയ്യും, ചിലർ ഫ്രീ ലാപ്ടോപ്പ്, ഫ്രീ മൊബൈൽസ്, അങ്ങനെ ക്യാഷ് അല്ലാതെ കമ്പനി എംപ്ലോയീസിന് കൊടുക്കുന്ന ബാക്കി ആനുകൂല്യങ്ങളെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുക. അപ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ്, ലേബർ റിലേറ്റഡ് കോസ്റ്റ്. ഇതിലൊന്നും പെടാത്ത വേറെ എക്സ്പെൻസുകളാണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് കോസ്റ്റ്. അതായത് കമ്പനി ഒരു എംപ്ലോയിനെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ട്രെയിനിങ് കൊടുക്കണം, ആ എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അതൊരു എക്സ്പെൻസാണ്. യൂണിഫോം ആൻഡ് സേഫ്റ്റി, എംപ്ലോയിക്ക് യൂണിഫോം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രോഡക്ട്സുകളോ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും, അത് കമ്പനിക്ക് ഒരു എക്സ്പെൻസാണ്. വെൽഫെയർ, ക്യാൻറ്റീൻ, മെഡിക്കൽ ഫെസിലിറ്റീസ്, അങ്ങനെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസാണ്. HR മാനേജ്മെൻറ്റ്, കമ്പനിയുടെ എംപ്ലോയിക്ക് വേറെ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും എംപ്ലോയീസിന് കമ്പനി കൊടുക്കുന്ന എല്ലാം അതിൻ്റെ പിന്നിലൊരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ എക്സ്പെൻസുകളെയും എന്താണ്, ലേബർ കോസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ലേബർ കോസ്റ്റ് കറൻറ്റ് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നത്, ഡെഫേർഡ് ഫ്യൂച്ചറിൽ കിട്ടുന്നത്, ഫ്രിഞ്ച് ബെനിഫിറ്റ് ക്യാഷ് അല്ലാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ആൻഡ് അതർ റിലേറ്റഡ് കോസ്റ്റ്. ഇങ്ങനെ 4 തരത്തിലാണ് ലേബർ കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ്, ലേബർ കോസ്റ്റ് കൺട്രോൾ.
നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിരുന്നു. മെറ്റീരിയൽ കൺട്രോൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലേബർ കോസ്റ്റ് കൺട്രോൾ. ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ലേബറിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ലേബറുമായി ബന്ധപ്പെട്ട് വരുന്ന അൺനെസസറി ആയിട്ടുള്ള എല്ലാ ചിലവുകളെയും ഒഴിവാക്കുന്നതിനെ, ആ എല്ലാ ചിലവുകളും ഒഴിവാക്കി ഉള്ള ലേബേഴ്സിനെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ ഏറ്റവും എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിനെയാണെന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര എക്സ്പെൻസ് ആണ്. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രം ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. പ്ലസ് ആ ഉള്ള എംപ്ലോയീസിനെ അവിടെ ഉള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജുകളിലൊക്കെ അറ്റൻഡൻസ് ബുക്ക് ഉണ്ടായിരിക്കും. എന്തിനാണ്? ആ എംപ്ലോയി അവിടെ ആ സ്റ്റുഡൻറ്റ് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അറ്റൻഡൻസ് ബുക്ക് വെക്കുന്നത്. അതേപോലെ തന്നെ ടൈം കീപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം കീപ്പിംഗ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ആൻഡ് ടോട്ടൽ അവേഴ്സ് ഓഫ് ആൻ എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ ഡെയിലി ബേസിസ്. അതായത് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു എംപ്ലോയി വരുന്നതും അയാൾ എപ്പോഴാണ് അറൈവലും ഡിപ്പാർച്ചറും, ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ആ എംപ്ലോയി എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് പോണത് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അതിനെയാണെന്ന് പറയുന്നത് ടൈം കീപ്പിംഗ്. സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു എംപ്ലോയി ഓർഗനൈസേഷനിലേക്ക് വരുന്നതും പോകുന്നതും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഓഫ് ടൈമും റെക്കോർഡ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ടൈം കീപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം കീപ്പിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ആൻഡ് പങ്ക്ച്വാലിറ്റി. തോന്നുമ്പോൾ വരാനും പോകാനും പറ്റില്ല. ആ വരുന്നതും പോകുന്നതും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുക. അപ്പോൾ പങ്ക്ച്വൽ ആയിരിക്കും എംപ്ലോയീസ്. കാൽക്കുലേറ്റ് വേജ്. ഈ ഒരു ഇതിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, സാലറി, ബാക്കി വേജും ബാക്കി ബോണസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. അറ്റൻഡൻസ് ഫോർ ഓവർ ടൈം ആൻഡ് ലീവ് പർപ്പസ്. ലീവ് നോക്കാനൊക്കെ ഒരാൾക്ക് ഇത്ര ലീവ് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ എംപ്ലോയി എത്രത്തോളം ലീവ് എടുത്തിട്ടുണ്ട് കാര്യങ്ങൾ നോക്കാനൊക്കെ നമുക്ക് ഈ ടൈം കീപ്പിംഗ് ബുക്സ് റെക്കോർഡ് ചെയ്യാം. കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ അത് ചില എംപ്ലോയീസ് ഭയങ്കര അൺഎഫിഷ്യൻ്റ് ആയിരിക്കും, ഒരുപാട് ലീവ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ എംപ്ലോയീസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിലേക്ക് അറൈവൽ ചെയ്യുന്നതും ഡിപ്പാർച്ചർ ചെയ്യുന്നതുമായിട്ടുള്ള ടൈം, ആ ഒരു ഗ്യാപ്പ് ഓഫ് ടൈമും റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ടൈം കീപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. നമുക്ക് എങ്ങനെയൊക്കെ ടൈം കീപ്പിംഗ് ചെയ്യാം. ഫസ്റ്റ് വൺ മാനുവൽ മെത്തേഡ്. മാനുവൽ എന്ന് പറഞ്ഞാൽ ബൈ ഹാൻഡ് ചെയ്യുന്നതാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കാം, അല്ലെങ്കിൽ വല്ല ടോക്കൺ സിസ്റ്റം ഒക്കെ വെക്കാം. അതിനെയാണെന്ന് പറയുന്നത് മാനുവൽ മെത്തേഡ്. മെയിനായിട്ട് മാനുവൽ മെത്തേഡ് അറ്റൻഡൻസ് കീപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ കോളേജസിലൊക്കെ ഉള്ള പോലെ തന്നെ അറ്റൻഡൻസ് ബുക്സുകൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. മെക്കാനിക്കൽ മെത്തേഡിലാണ് ഈ ടൈം റെക്കോർഡിങ്. ചിലപ്പോൾ വല്ല നമ്മുടെ ടാഗ് സ്വൈപ്പ് ചെയ്യുക, അങ്ങനത്തെ ടൈം റെക്കോർഡ് ചെയ്യുന്ന, പിന്നെ ടൈം റെക്കോർഡിങ് ക്ലോക്കൊക്കെ എന്ന് പറയുന്ന പോലെ മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ടൈം റെക്കോർഡ് ചെയ്യുക. ഓക്കെ, മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്യുക. ആ ഒരു എംപ്ലോയി വരുന്നത് എപ്പോഴാണെന്നും പോകുന്നത് എപ്പോഴാണെന്നും. ബയോമെട്രിക് മെത്തേഡ് ഇപ്പോൾ നമ്മൾ പഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ചിലയിടത്ത് ഹാൻഡ് പഞ്ചിങ് ആയിരിക്കും, ചിലയിടത്ത് നമ്മുടെ ഐ വെച്ചിട്ട് ഉള്ള പഞ്ചിങ് ആയിരിക്കും, ചിലയിടത്ത് നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ വെച്ചിട്ട് എന്തെങ്കിലും അൺലോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ടൈം കീപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാനുവൽ മെത്തേഡ് യൂസ് ചെയ്യാം, മെഷീൻ മെത്തേഡ് യൂസ് ചെയ്യാം, ബയോമെട്രിക് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടൈം ബുക്കിംഗ്. ടൈം കീപ്പിങ്ങിൻ്റെ കൂടെ തന്നെ വരുന്നൊരു സാധനമാണ് ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈം കീപ്പിങ്ങിനേക്കാളും ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടൈം ബുക്കിംഗ് നമ്മൾ വരുന്നതും പോകുന്നതും റെക്കോർഡ് ചെയ്യുന്നതും അതിനേക്കാൾ ഉപരിയായിട്ട് വന്നാലും പോയാലും പോരല്ലോ, അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ കറക്റ്റായിട്ട് എംപ്ലോയി വർക്ക് ചെയ്യണം. അപ്പോൾ വരുന്നതും പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു എംപ്ലോയി എത്ര നേരം പണിയെടുത്തിട്ടുണ്ട്, ആ വന്നതിൻ്റെയും പോയതിൻ്റെ ഇടയിൽ ജോബിൽ എത്രത്തോളം നേരം എൻഗേജ്ഡ് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ടൈം ബുക്കിംഗ്
റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 5 മെത്തേഡ്സുകൾ. ജസ്റ്റ് ആ ഒരു മെത്തേഡ്സുകളുടെ പേര് നിങ്ങൾ നോക്കിയാൽ മതി. ഡെയിലി ജോബ് ഷീറ്റ്, ഒരു ഡെയിലി ജോബ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുക എത്ര നേരം പണിയെടുത്തിട്ടുള്ളത്. കാരണം ഈ വന്നതിൻ്റെയും പോയതിൻ്റെ ഇടയിൽ ഒരുപാട് റെസ്റ്റ് ടൈമും ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്തൊന്നും വർക്ക് ചെയ്യില്ലല്ലോ. ചിലപ്പോൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും, ടീ ബ്രേക്ക് ഉണ്ടാവും, സ്നാക്ക് ബ്രേക്ക്, അങ്ങനെ ആ സമയത്തൊക്കെ എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷനിലുണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്ന ടൈം റെക്കോർഡ് ചെയ്യുന്നതിനാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുക. അതേപോലെ തന്നെ വീക്കിലി ടൈം ഷീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പീസ് വർക്ക് കാർഡ്. പീസ് വർക്ക് കാർഡ് നമ്മൾ ഭയങ്കര ഫേമസ് ആണ്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ്, ആ ഒരു ഏതാണോ പർട്ടിക്കുലർ പ്രോഡക്റ്റ് കമ്പനിയുടെ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നോക്കുന്നതിനെയാണ് പീസ് വർക്ക് കാർഡ് എന്ന് പറയുന്നത്. ഇനി വെയ്ജ് അബ്സ്ട്രാക്റ്റ് എന്താണെന്ന് ചോദിക്കും. ഇതൊക്കെ ഇതിൽ വരുന്ന ഓരോ കോൺസെപ്റ്റുകളാണ്. വെയ്ജ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയ്ജ് കൊടുക്കുന്നതിൻ്റെ ഒരു സമ്മറി, ഒരു ഡോക്യുമെൻറ്റ്, അതാണ് എന്ത് വെയ്ജ് അബ്സ്ട്രാക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് സമ്മറി ഓഫ് വെയ്ജ് പെയ്ഡ് ടു ഓൾ വർക്കേഴ്സ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള വേജസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്, അതിനെയാണെന്ത് പറയുന്നത് വേജ് അബ്സ്ട്രാക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പീസ് വേജ് സിസ്റ്റം. പീസ് വേജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ പറയുന്ന സമയത്തിനെ നോക്കിയിട്ടൊന്നുമല്ല, ആ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം എത്ര യൂണിറ്റ്സ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നത് നോക്കിക്കൊണ്ട് ആ എംപ്ലോയീസിന് വേജ് കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണെന്ന് പറയുന്നത് പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അയാൾ എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ല നോക്കുന്നത്, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ വേജ് കിട്ടും, കുറവ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ കുറവ് കിട്ടും. അപ്പോൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിൻ്റെ ബേസിൽ എംപ്ലോയീസിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണെന്ന് പറയുന്നത് പീസ് വേജ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നൊരു കാര്യമാണ് ഇൻസെൻറ്റീവ് സ്കീം. എന്താണ് ഇൻസെൻറ്റീവ്? ഒരു എംപ്ലോയിക്ക് സാലറിക്ക് പുറമേ അല്ലെങ്കിൽ വേജിന് പുറമേ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള, ആ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിക്സഡ് പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ ആ എംപ്ലോയിയുടെ പെർഫോമൻസിനനുസരിച്ച് എക്സ്ട്രാ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിനെയാണെന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് സ്കീംസ് എന്ന് പറയുന്നത്. ആർ ദ അഡീഷണൽ ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ റിവാർഡ് ഗിവൻ ടു എൻ എംപ്ലോയി. ഒരു എംപ്ലോയി ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 10,000 രൂപ സാലറി പറഞ്ഞിട്ടുണ്ടായിരിക്കും, പ്ലസ് ഇൻസെൻറ്റീവ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അയാൾ കൂടുതൽ സെയിൽസ് നടത്തി, അപ്പോൾ അയാൾക്ക് 10,000 ഫിക്സഡ് സാലറി കിട്ടും, പ്ലസ് അയാൾ സെയിൽസ് നടത്തിയതിന് കൂടുതൽ എന്ത് കിട്ടും? അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയിക്ക് ഫിക്സഡ് പറഞ്ഞിട്ടുള്ള പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ അയാളുടെ പെർഫോമൻസിനനുസരിച്ച് അയാൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളെയാണെന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഇൻസെൻറ്റീവ് പ്ലാനുകളുണ്ട്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനുകളുമുണ്ട്, ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാനുകളുണ്ട്. ഒരൊറ്റ ആളുടെ പെർഫോമൻസ് നോക്കിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻ. ഒരൊറ്റ ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് അയാൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിനെ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് എന്നും, ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ മൊത്തം പെർഫോമൻസ് നോക്കിയിട്ടാണ് ഇൻസെൻറ്റീവ് ഫിക്സ് ചെയ്യുന്നത് എങ്കിൽ അതിനെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാൻസ് എന്നും പറയും. ഇനി ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസിലാണ് കുറച്ചധികം ആളുകളുടെ പേരും കുറച്ച് ഇക്വേഷൻസും നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ തിയറി പോർഷൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10ഓളം ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹാൽസേ പ്ലാൻ. ഹാൽസേ പ്ലാൻ അല്ലെങ്കിൽ അതിനെ ഹാൽസേ പ്രീമിയം പ്ലാൻ എന്നും പറയും. ഹാൽസേ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് തിങ്കർ അല്ലെങ്കിൽ ഒരു എൻജിനീയറാണ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനാണ്, അതിനെയാണ് ഹാൽസേ പ്ലാൻ എന്ന് പറയുന്നത്. ഹാൽസേ പ്ലാനിൽ പറയുന്നത് ഒരു എംപ്ലോയിക്ക് സാലറി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതിന് പുറമേ ആ എംപ്ലോയി ഫോർ എക്സാമ്പിൾ 7 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, 7 AM വർക്ക് സ്റ്റാർട്ട് ചെയ്തു, 5 PM വർക്ക് എൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, 7 AM to 7 AM to
5 PM എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ എംപ്ലോയി ഇതൊരു 3 PM തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ വർക്ക്. അപ്പോൾ പറഞ്ഞ സമയത്തിനേക്കാൾ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എംപ്ലോയി പറഞ്ഞ ടൈമിനേക്കാൾ, അതായത് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ മുന്നേ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ടൈം സേവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ സേവ് ചെയ്ത ടൈമിന് ബോണസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഹാസ് എ പ്രീമിയം പ്ലാൻ. എന്താണ്, ഒരു എംപ്ലോയിക്ക് ഒരു ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബോണസ് കൊടുക്കും. ആ ഒരു ടൈം സേവ് ചെയ്തതിനൊരു ബോണസ് കൊടുക്കും. അതാണ് ഹാസ് എ പ്രീമിയം പ്ലാൻ പറയുന്നത്. ഇവിടെ ബോണസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R × S-T/2. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് വേജ് ആണ്. S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ആണ്. T എന്ന് പറയുന്നത് ആക്ച്വലി എത്ര ടൈം എടുത്തിട്ടുള്ളതെന്നാണ്. ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഹാസ് എ പ്രീമിയം പ്ലാനിൽ എന്ത് ചെയ്യുന്നത്, ബോണസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ബോണസ് കണ്ടുപിടിക്കുക, അതാണ് ഹാസ് എ പ്രീമിയം പ്ലാൻ. ചിലപ്പോൾ 2 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ പ്രോബ്ലം ആയിട്ട് വരാം. ഇനി ഹാസ് എ വെയർ പ്രീമിയം പ്ലാൻ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇവിടെ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു ആദ്യത്തേതിൽ 50% ആണ് നമുക്ക് ബോണസ് കിട്ടുക. 50% ഓഫ് ടൈം സേവ്ഡ് ആണ് ഹാൽസേ വെറും നോർമൽ ഹാൽസേ പ്രീമിയം പ്ലാനിൽ നമുക്ക് ബോണസ് കിട്ടുക. ഇവിടെ ഹാൽസേ വെയറിൽ 50% എന്നുള്ളതിന് പകരം 30% ആയിരിക്കും. ബാക്കി ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതിൽ തിയറി മാത്രമേ പറയുന്നുള്ളൂ. ഹാൽസേ വെയർ പ്ലാൻ 30% ടൈം സേവ് ചെയ്തതിൻ്റെ 30% എന്ത് കിട്ടും, ബോണസ് കിട്ടും. നെക്സ്റ്റ് റോവൻ പ്ലാൻ. എന്താണ് റോവൻ പ്ലാൻ? ഇവിടെ റോവൻ പ്ലാനിലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു വർക്ക് ചെയ്യാൻ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എംപ്ലോയി ആ ടൈമിന് മുന്നേ, ആ ഒരു സ്റ്റാൻഡേർഡ് ടൈമിന് മുന്നേ പറഞ്ഞ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സേവ് ചെയ്ത ടൈമിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് കൊടുക്കും, ആ എംപ്ലോയിക്ക് ബോണസ് കൊടുക്കും. ഇവിടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, ഇക്വേഷൻ ഇവിടെ വരുന്നുണ്ട്. ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ ടൈം അലൗഡ്. ഈ ടൈം അലൗഡ് തന്നെയാണ് സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. എത്രയാണ് റേറ്റ്? ഓക്കെ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ബോണസ് അക്കോർഡിംഗ് ടു റോവൻ പ്ലാൻ. റോവൻ പ്ലാൻ്റെ പ്രത്യേകത ഇതാണ്, ആ ഒരു സ്റ്റാൻഡേർഡ് ടൈമിന് മുന്നേ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ചെയ്ത അവർ സേവ് ചെയ്തതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ബോണസ് കിട്ടും. ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഫേമസ് ആണ്. ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പറയുന്നത് ഒരു എംപ്ലോയിക്ക് ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ് എംപ്ലോയി വർക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ ലോവർ റേറ്റ് ഓഫ് വേജ് ആണ് കിട്ടുക. സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞ പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ കിട്ടും. ഓക്കെ, ഇതന്നെയാണ് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് തന്നെയായിരിക്കും എന്ത് ഇവിടെ ബേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ലോവർ റേറ്റ് ഫോർ ബിലോ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാൾ കുറവ്, ഇപ്പോൾ ഒരു 100 ആണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് പറഞ്ഞത്, 80 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ലോവർ വേജേ കിട്ടുള്ളൂ. 120 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കിട്ടും. അതാണ് എന്ത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് മെറിക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് എന്നുള്ളതാണ്. മെറിക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറയുന്നത് 3 തരത്തിലാണ് ഇവിടെ എന്തുണ്ടാവുക, ബോണസ് ഉണ്ടാവുക. ഒരു എഫിഷ്യൻസി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ എംപ്ലോയിയുടെ പെർഫോമൻസ് നോക്കണം, എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എംപ്ലോയിയുടെ എഫിഷ്യൻസി 83% കുറവാണെങ്കിൽ എത്രയാണോ നോർമലായിട്ട് ഒരു എംപ്ലോയിക്ക് വേജ് കൊടുക്കുക അത്ര തന്നെ വേജ് കൊടുക്കുക. ഇനി 83%-ൻ്റെയും 100%-ൻ്റെയും ഇടയിലാണെങ്കിൽ നോർമൽ പറഞ്ഞ വേജിൻ്റെ 110% കൊടുക്കണം. ഇനി 100%-ത്തേക്കാൾ 100%-നേക്കാൾ എബോ ആണെങ്കിൽ 100%-നേക്കാൾ എബോ ആണെങ്കിൽ എന്ത് ചെയ്യണം, നോർമൽ പറഞ്ഞതിൻ്റെ 120% എന്ത് ചെയ്യണം, നമ്മൾ വേജ് കൊടുക്കണം. അപ്പോൾ ആദ്യം എംപ്ലോയിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കുക.
83% കുറവാണെങ്കിൽ ആക്ച്വലി അയാളോട് പറഞ്ഞ വേജ് അയക്ക് കൊടുക്കുക. 83 to 100 ആണെങ്കിൽ 110% കൊടുക്കുക. 100 to 120 ആണെങ്കിൽ 120% എന്ത് ചെയ്യുക, 100% മുകളിലാണെങ്കിൽ 120% ബേസിക് റേറ്റ് കൊടുക്കുക. ഇനി ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഫിക്സഡ് എല്ലാത്തിനെയും കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ. ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ടൈമിന് മുന്നേ ബോണസ് ഫോർ കംപ്ലീറ്റിംഗ് ടാസ്ക് ഇൻ ടൈം, ഹയർ റേറ്റ് ഫോർ ഫാസ്റ്റർ കംപ്ലീഷൻ. അതായത് ബോണസ് കിട്ടും. എപ്പോൾ? മുൻകൂട്ടി നേരത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണസ് കിട്ടും. എങ്ങനെയാണ് ബോണസ് കിട്ടുക? ഇവിടെ ടൈം വേജ് എത്രയാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ എത്രയാണോ ഒരു കമ്പനിയുടെ ടൈം വേജ് പ്ലസ് 20% ഓഫ് ടൈം വേജ്. എത്രയാണോ വേജ് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ വേജും അതിൻ്റെ 20% ബോണസായിട്ടും കിട്ടും. എപ്പോൾ? പറഞ്ഞ സമയത്തിനേക്കാൾ മുന്നേ വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ. എമേഴ്സൺ എഫിഷ്യൻസി പ്ലാൻ. എമേഴ്സൺ എഫിഷ്യൻസി പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇവിടെ നോക്കും ആ ഒരു എംപ്ലോയിയുടെ എഫിഷ്യൻസി നോക്കും. അവിടെ എഫിഷ്യൻസിയുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 66.67% ആണ്. ഈ 66.67% കുറവാണ് എഫിഷ്യൻസി എങ്കിൽ എത്രയാണോ ആക്ച്വലി വേജ്, അയാളുടെ വർക്കിന് കയറുമ്പോൾ വേജ് പറഞ്ഞിട്ടുള്ള അതേ വേജ് കൊടുക്കും. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അയാൾക്ക് ബോണസ് കിട്ടും. എത്ര പെർസെൻറ്റേജാണ് ബോണസ് കിട്ടുക? 20% ആണ് ബോണസ് കിട്ടുക. ഇനി ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% കൂടുക എന്ന് വിചാരിക്കുക. ഈ 66 പോയിന്റ് കയറി 100% കൂടുതലായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് കൂടുന്തോറും എന്ത് ചെയ്യും, വേജ് ബോണസ് കൂടുതൽ കിട്ടും. ഇനി ബെഡോക്സ് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമാണ്. ഇവിടെ ബോണസ് പെയ്ഡ് ഫോർ ബി പോയിന്റ്, അതായത് നമ്മൾ ടൈം സേവ് ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ബോണസ് കിട്ടും. ഇവിടെയും ഹെയ്ൻസ് ആക്സലറേറ്റഡ് പ്രീമിയം പ്ലാൻ, ഇവിടെയും സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ബോണസ് കൂടുതലായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗ്രൂപ്പ് ബോണസ് സ്കീമാണ്. ഗ്രൂപ്പ് ബോണസ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. എന്താണ്? ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നോക്കിയിട്ടല്ല, ആ എംപ്ലോയിയുടെ ഗ്രൂപ്പ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് നോക്കിയിട്ടായിരിക്കും. ടീം വർക്കിന് ബോണസ് കൊടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുന്നുണ്ട്. ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആ ഒരു നേരത്തെയാണെന്ന് പറയുന്നത് ഐഡിൽ ടൈം, ഇഡിൽ ടൈം എന്നൊക്കെ ഓരോരുത്തർ പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ ഇഡിൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യാതെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വെറുതെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമിനെയാണ് ഇഡിൽ ടൈം എന്ന് പറയുക. പ്രോഡക്റ്റിവിറ്റി കുറവായിരിക്കും, അവിടെ ഔട്ട്പുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ടൈമാണ് ഇഡിൽ ടൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെ ഇഡിൽ ടൈം ഉണ്ടാവാം? മെഷീൻ ബ്രേക്ക് ഡൗൺ, മെഷീൻ കേട് വന്നാൽ അവിടെ എംപ്ലോയീസ് വെറുതെ ഇരിക്കും. പവർ ഫെയിലിയർ, ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ എംപ്ലോയീസ് വെറുതെ ഇരിക്കും. മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ എംപ്ലോയീസ് വെറുതെ ഇരിക്കും. പുവർ സൂപ്പർവിഷൻ, ആരും നോക്കാനും പറയാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, വെറുതെ ഇരിക്കും. അപ്പോൾ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വെറുതെ ഇരിക്കുന്ന ആ ഒരു ടൈമിനെയാണെന്ന് പറയുന്നത് ഇഡിൽ ടൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമൽ ഇഡിൽ ടൈമും ഉണ്ട്, അബ്നോർമൽ ഇഡിൽ ടൈമും ഉണ്ട്. നോർമൽ ഇഡിൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി സാധാരണ ഒരു ഓർഗനൈസേഷനിൽ എത്തിയാൽ കുറച്ച് നേരം വെറുതെ ഇരിക്കും. ആരായാലും ഫുൾ ടൈം വർക്ക് ചെയ്യൊന്നുമില്ല, വെറുതെ കുറച്ച് നേരം വെറുതെ ഇരിക്കും. അങ്ങനെ സാധാരണ ഇരിക്കുന്ന ആ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു നേരത്തെയാണ് നോർമൽ ഇഡിൽ ടൈം എന്ന് പറയുക. അസ്വാഭാവികമായിട്ട് വെറുതെ ചുമ്മാ ഇരിക്കുന്നതിനെയാണെന്ന് പറയുക അബ്നോർമൽ ഇഡിൽ ടൈം എന്ന് പറയുക. ഓവർ ടൈം, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഏരിയയാണ് ഓവർ ടൈം. ഓവർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് അസൈൻ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ ടൈം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ മൊത്തം തിയറി പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.